ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ, പുട്ട് ബിരിയാണി. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പം ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ നമ്മളൊരു സവാളയുടെ വളരെ കുറച്ച് ഭാഗം മാത്രം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴക്കി എടുക്കേണ്ടതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴങ്ങി കിട്ടും. അതൊന്ന് കുറച്ച് തവണ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഉണക്കമുന്തിരി കൂടെ ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മൂന്ന് ഈ ഒരു പാകമായി വരുമ്പോഴത്തേക്ക് നമുക്കിത് പ്രത്യേക ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് നമുക്ക് പിന്നീടാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമ്മളൊരു സവാള അരിഞ്ഞത് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴക്കി എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒപ്പം 2-3 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് അത് വഴക്കി എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി വഴക്കി ഒന്ന് എടുക്കാനായിട്ട്. അതിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും, ചെറിയൊരു ബ്രൗൺ കളർ പോലെയൊക്കെ ആയി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തവണ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തക്കാളി ഇങ്ങ് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാലയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. അതായത് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഈ ഉള്ളിയുടെ കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സൈഡിലേക്ക്, അതായത് ഇതൊന്ന് പാകമായി കഴിയുമ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് മുട്ട നമുക്കിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2 മുട്ടയാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതുപോലെ കിട്ടും. അത് കുറച്ചൊന്ന് ആ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ കൂടെ ആ തക്കാളിയുടെയൊക്കെ കൂടെ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അതായത് ഇതിലിവിടെ കാണിക്കുന്നത് പോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് നേരം ഒരു മിനിറ്റ് നേരം വരെ നമ്മളിങ്ങനെ ഇളക്കണം കേട്ടോ. അതായത് ആ മലക്കറികളുടെ കൂടെ ഈ മുട്ടയും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നേരത്തെ തന്നെ നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് അതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ എന്നിട്ട് അത് നമ്മൾ ഒരുപാട് ഇളക്കാൻ പാടില്ല. അപ്പോൾ അത് പല പീസായിട്ട് പോവും. അതിങ്ങനെ മുഴുവനായിട്ട് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ഇളക്കിയിരുന്നാൽ മതി. അത് പൊട്ടാതെ നോക്കുക. ഇനി നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ചോറുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് ആ ഉള്ളിയും അതൊക്കെ ചെയ്തതും ഈ മുട്ടയും എല്ലാം കൂടി ചോറിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. സൂക്ഷിച്ച് ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടതാണ്. ഇനി ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളിയും കാഷ്യൂസും ഉണക്കമുന്തിരിയൊക്കെ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് എടുത്ത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതായത് മല്ലിയില ഹെൽത്തിനും നല്ലതാണ്, അതിൻ്റെ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റാണല്ലോ മല്ലിയിലയുടെ. ലാസ്റ്റ് ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുട്ട ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.